നേരത്തെ രമ്യ ഹരിദാസ് അവിടെ വന്നിറങ്ങിയപ്പോൾ കൊട്ടും ഘോഷവും ഒക്കെ ആയിട്ടാണ് UDF വരവേറ്റത്. ഈ സ്നേഹം അതിനോട് നന്ദി പറയുന്നതെന്ന് രമ്യ ഹരിദാസ് പ്രതികരിക്കുന്നു നമ്മൾ കേട്ടു. റോഡ് ഷോ വന്നിറങ്ങിയ ഉടനെ റോഡ് ഷോയും വിപുലമാണോ? അത് തീർച്ചയായിട്ടും വൻ ജനാവലിയാണ് രമ്യ ഹരിദാസിനൊപ്പം റോഡ് ഷോയിലുള്ളത്. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ രമ്യ ഹരിദാസിനെ സ്വീകരിച്ചുകൊണ്ട് റോഡ് ഷോ ആയിട്ടാണ് ഇപ്പോൾ ടൗണിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം ആദ്യമായിട്ടാണ് രമ്യ ഹരിദാസ് ഇന്നിപ്പോൾ മണ്ഡലത്തിൽ ചിറയൻകീഴ് മണ്ഡലത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ചിറയൻകീഴ്, അതായത് ഇടത്തുകോട്ട എന്നറിയപ്പെടുന്ന ചിറയൻകീഴ് മണ്ഡലത്തിൽ രമ്യ ഹരിദാസ് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. രമ്യ, എങ്ങനെയുണ്ട് വലിയ ആവേശത്തോടു കൂടിയാണ് ചിറയൻകീഴിന്റെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. ടീം UDF ഒരു വലിയ മുന്നൊരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഒരു നിമിത്തം മാത്രമാണ്. കാരണം ചിറയൻകീഴിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റത്തിന് UDFന്റെ ഒരു സ്ഥാനാർത്ഥിയായി എന്നിലൂടെ ഈ ഒരു മാറ്റത്തിന് വേണ്ടി UDFന്റെ സർക്കാർ വരുമ്പോൾ ചിറയൻകീഴ് UDFനൊപ്പം ഉണ്ടാകും. 3 വട്ടം LDF ജയിച്ച മണ്ഡലം. ഇത്തവണ കേരളത്തിൽ 140 നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കായി വോട്ട് ചെയ്യാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ആ ജനങ്ങളുടെ മനസ്സും പ്രാർത്ഥനയും വോട്ടും ഞങ്ങളുടെ കയ്യിലാണ്. മധു, കടുത്ത ആവേശത്തോടു കൂടി തന്നെയാണ് രമ്യ ഇറങ്ങിയിരിക്കുന്നത്. 3 വട്ടം LDF വിജയിച്ച മണ്ഡലമാണ് എന്നുള്ളതൊന്നും കാര്യമല്ല. ജനങ്ങളെല്ലാവരും കൂടെയുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. റോഡ് ഷോ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ശശി 3 തവണ പ്രതിദാനം ചെയ്ത മണ്ഡലം കൂടിയാണ് ചിറയൻകീഴ്. ഇത്തവണ മറ്റൊരു സ്ഥാനാർത്ഥിയെ ഇറക്കിക്കൊണ്ടാണ് LDF ചിറയൻകീഴിൽ മാറ്റുരയ്ക്കുന്നത്. മനോജ് വി എടമനെയാണ് ഇത്തവണ LDFന് വേണ്ടി മണ്ഡലത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അതേസമയം തന്നെ രമ്യ ഹരിദാസ്, അതായത് മണ്ഡലത്തിന് ഒരു പുതുമുഖം എന്നുള്ള നിലയിലേക്കാണ് UDF ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനിയിപ്പോൾ NDA സ്ഥാനാർത്ഥിയെ കൂടിയാണ് ഔദ്യോഗികമായി ഈ മണ്ഡലത്തിൽ പ്രഖ്യാപിക്കാനുള്ളത്. അപ്പോൾ ഒരു പൂർണ്ണമായ ഒരു ചിത്രം അതോടുകൂടി തെളിയുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രമ്യ ഹരിദാസിനെ സംബന്ധിച്ച പൂർണ്ണ ആത്മവിശ്വാസം തന്നെ മണ്ഡലത്തിലുണ്ട്. മുൻപ് കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടതിന്റെ ഒരു തരത്തിലുള്ള ആത്മവിശ്വാസ കുറവുകളും തനിക്കില്ല ചിറയൻകീഴിൽ ഇറങ്ങുമ്പോൾ എന്നുള്ളതാണ് ഇപ്പോൾ രമ്യ ഹരിദാസിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ വാഹനത്തിന്റെ, അതായത് തുറന്ന ജീപ്പിന് മുകളിൽ കയറിയിരുന്നുകൊണ്ട് ജനങ്ങളെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് രമ്യ ഹരിദാസ്. ഇവിടെ നിന്ന് നേരെ ബൈപ്പാസിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.